സ്ട്രൈറ്റ് ആക്കിയല്ലേ? അമ്മക്ക് ഇഷ്ടായോ ഞാൻ സ്ട്രൈറ്റ് ചെയ്ത്? അതല്ലേ എന്റെ പ്ലേ നിനക്ക് ഒത്തുണ്ടായതാ തോന്നി എനിക്കപ്പേ. എനിക്ക് കയ്യിലൊക്കെ വരുന്നല്ലേ ഷുവേഴ്സ് വാങ്ങാൻ മാത്രമേ അമ്മ അപ്പനോട് പറയണം. ഇതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവല്ലോ അല്ലേ? ഹെയർ സിറം നമുക്ക് പപ്പനോട് പറഞ്ഞു വാങ്ങിക്കാം കേട്ടോ. എന്റേതും കഴിഞ്ഞു, എനിക്കും വാങ്ങിക്കണോടി. അതുകൊണ്ടായിപ്പോ എന്റെ അടിയൊക്കെ ചുരുണ്ടി എടുക്കുന്നത്. നമുക്ക് ബേബി ഹെയർസ് ഒക്കെ മുഴുവൻ ചുരുങ്ങി. വെറുതെ ചെയ്തതൊന്നും ഇതാക്കി. പക്ഷെ ഞാൻ നല്ല കളറ് നിന്നെയും കൊള്ളാട്ടെ, നല്ല രസമുണ്ട്. ആണോ മമ്മ? അത് പ്രശ്നമല്ല മമ്മ, നമുക്ക് നല്ല രസമുണ്ടല്ലോ കാണാന്. പിന്നെന്താ പ്രശ്നം? ആ പ്രശ്നം നമുക്ക് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഇട്ടിട്ട് അതെ നമുക്ക് ഡ്രസ് എടുക്കണ്ടേ? അത് പറഞ്ഞ പോലെ തന്നെ ഡ്രസ് എടുക്കണം. ഞാൻ ഫ്രണ്ടിനോട് പൈസ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാൻ പോലെ ചിലപ്പോൾ ഇന്ന് എടുക്കാം, ഇല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം. കല്യാണം അടുത്ത് വരുമല്ലേ, എടുത്തേ പറ്റും. നമുക്ക് സാലറി കിട്ടിയ കാശ് കൊണ്ട് സാധനങ്ങളും മുറി സ്ട്രൈറ്റ് ആക്കിയതു. എന്ത് ചെയ്യാനിപ്പോൾ ഡ്രസ് എടുക്കാൻ കാശില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ട്. അവള് തരുവാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്നുണ്ടായാലും. ആ മമ്മ അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. വെറുതെ സ്ട്രൈറ്റ് ആക്കിയാൽ നമുക്കിപ്പോൾ ഡ്രസ്സ് എടുക്കാമായിരുന്നു. പക്ഷെ എന്താ കൊള്ളാലോ. ശരിയാണ്, നമുക്ക് കുറച്ച് ഇവിടെ ഇരിക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബാ. എന്താ മോളെ കാര്യമായി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അത് പിന്നെ അമ്മ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അതാ ഞാൻ കൂടി പോയിക്കോട്ടെ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാ. എന്റെ പൊന്നു മോളെ പറയുന്നുണ്ടൊന്നും തോന്നരുത്. കാശുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, പോണ്ടെന്ന് പറയുന്നില്ല. കാശ് ഇല്ലാത്തോണ്ടല്ലേ മോളെ. നീക്ക് എവിടെയെങ്കിലും കാശ് സംഘടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നീ പോയിക്കോ. അത് പിന്നെ ഞാൻ സംഘടിപ്പിച്ചോളാം, പക്ഷെ അത്രയൊന്നും കാശ് വേണ്ട. യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് തന്നെ അത്ര കാശ് വേണ്ടിയില്ല. നമ്മൾ ഫീസൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി പിന്നെ ഒരു എൻജോയ്മെന്റ് അല്ലേ, അതങ്ങനെ വയ്ക്കുള്ളൂ. എനിക്കൊരു 3500 രൂപ മതി. അതില് 3 ദിവസത്തെ ടൂറാ. നീ സെറ്റാക്കോ? 3000 സെറ്റാക്കണമെങ്കിൽ വയ്ക്കും. എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ അലമ്പും വെടിപ്പും തിരിപ്പൊന്നും പാടില്ല. ഞാൻ പറഞ്ഞിരിക്കാം. ഒരു ചീത്ത വാക്ക് അവരെ എന്ന് കേൾപ്പിച്ചാൽ നീ ഞാൻ വീട്ടിൽ കെട്ടില്ല മോളെ. പിന്നെ അങ്ങനെ സെറ്റാക്കിക്കോളാം. പിന്നെ പെൺകുട്ടികളെ നീ കാണിക്കില്ല കേട്ടോ. അല്ലാതെ അമ്മനെ പോലെ ഒന്നുമില്ല. അമ്മ പണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടൂർ പോയത് എനിക്കറിയാം. എനിക്കറിയാം, ഞാനെല്ലാം പഠിച്ച് പാസ്സായി വന്നതായിട്ടോ. അതൊന്നും വേണം വലിയ വില. പിന്നെ കടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഈ ഷാൾക്കൊന്ന് തീർക്കും. പറഞ്ഞു വരും ചേട്ടനുണ്ട്. ചിന്തകളുടെ ആഴത്തിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഈ സണ്ണിക്കുട്ടി ആരാന്ന് ഞാൻ അറിയുന്നു. സണ്ണിക്കുട്ടി
അയ്യോ ചെരുപ്പിടിക്കാൻ സാധിക്കും. ടാറ്റാ.